ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ, ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ഇവിടെ വന്നിട്ട് പറയാണ് കാന്തപുരത്തിനെ കൊണ്ട് ഞങ്ങൾ പുസ്തകത്തിൽ തിരുത്തിച്ചു എന്നാണ്. ഇങ്ങനെ കാന്തപുരത്തിനെ കൊണ്ട് തിരുത്തിച്ചു പോലും. അതിന്റെ കാന്തപുരം ഉസ്താദിന്റെ പുസ്തകത്തിൽ പറഞ്ഞു പോലും പ്രച്ഛന്ന വേഷം കെട്ടിയ നാദാപുരത്തെ പള്ളിയിൽ ജുമാക്കും ജമാഅത്തിനും പോവാന്ന് മൗലവി ഇവിടുന്ന് പ്രസംഗിച്ചതാണ്. ഉസ്താദ് പറഞ്ഞത് എന്താണ്? ജുമാ ജമാഅത്തിന് വേണ്ടി ഒരു സ്ത്രീയും പുറപ്പെട്ടു പോകാൻ പാടില്ല. അതേ സമയത്ത് പള്ളിയിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു സ്ത്രീക്ക് പോകേണ്ടി വന്നാൽ, ഉദാഹരണത്തിന് രാജ്യത്തെ ജഡ്ജി ഖാദി പള്ളിയിലാണ്, ഇസ്ലാമിന്റെ ഖാദിയാണല്ലോ ജഡ്ജി. ആ ഖാദിനെ കാണാൻ വേണ്ടി ഇസ്ലാമിക ചരിത്രത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രങ്ങൾ ഉണ്ട്. അങ്ങനെ ഒരു അത്യാവശ്യത്തിന് പള്ളിയിൽ പോകേണ്ടി വന്നാൽ അപ്പൊ അവിടെ ഭർത്താവിനെ പറഞ്ഞേച്ചൂടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഭർത്താവിനെ പറ്റി കേസ് പറയാനാ പോകുന്നത്, പിന്നെ ഭർത്താവിന് പറഞ്ഞേക്കാൻ പറ്റുമോ? അപ്പോ ചെലവിന് തരുന്നില്ല, മക്കളെ നോക്കുന്നില്ല, ഇങ്ങനത്തെ കേസാ പറയണ്ട്, അതിന് ഭർത്താവ് പോവോ? അപ്പോ അങ്ങനെ ഖാദിയെ കാണേണ്ടി വന്നാൽ പള്ളിയിൽ പോകാം. അങ്ങനെ പോകുമ്പോൾ പൂർണ്ണമായി മറച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഈ മറച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന സ്ഥലത്ത് ഉസ്താദ് പ്രത്യേകം പറഞ്ഞു, ജുമാ ജമാഅത്തിന് വേണ്ടി അല്ല, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി. ഞാൻ വായിക്കാം. ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിനല്ലാതെ പള്ളിയിൽ പോകേണ്ടി വരുന്ന അത്യാവശ്യം നേരിടുമ്പോൾ മാത്രം പ്രച്ഛന്ന വേഷത്തിൽ പോകുന്നതിന് വിരോധം ഇല്ല. പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അത് ശബ്ദധാരാവലി എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്, അത് ഞങ്ങളാരും അത് എഴുതിയൊന്നല്ല, ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരും. അപ്പൊ ഈ പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ മറഞ്ഞുകൊണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മറഞ്ഞുകൊണ്ട്, പൂർണ്ണമായി മറച്ചിട്ട് പള്ളിയിൽ പോകാം മറ്റൊരാവശ്യത്തിന്. ഇതാണ് ഉസ്താദ് പറഞ്ഞത്. ഇത് ഇയാൾ എന്ത് ചെയ്തു പറയും? ഇത് ഉദ്ധരിക്കുകയാണ്. എന്തിനാ ഉദ്ധരിക്കുന്നത്? നാദാപുരത്തെ പള്ളിയിൽ ജുമാ ജമാഅത്തിന് വേണ്ടി പ്രച്ഛന്ന വേഷത്തിൽ പോകാന്ന് കാന്തപുരം പറഞ്ഞു. എന്നിട്ട് അയാൾ പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അയാളൊന്ന് കാണിക്കുകയാണ് സ്റ്റേജ് വന്ന്. അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം. അയാൾ കാണിക്കുകയാണ്. വാസ്തവത്തിൽ ഏതോ കോമാളി എന്തോ കാണിച്ചാല് അത് പണ്ഡിതന്മാർക്ക് നോക്കേണ്ടതുണ്ടോ? ഇവിടെ മലയാള നിഘണ്ടുകളിൽ എന്തർത്ഥം പറഞ്ഞു? പ്രച്ഛന്ന വേഷം എന്നതിന് പറഞ്ഞു അർത്ഥം മറഞ്ഞ. ആ അർത്ഥത്തിലാ പറഞ്ഞത്, മറഞ്ഞുകൊണ്ട് പോകാം. എന്നിട്ടോ ഉസ്താദ് അവറുകൾ ഈ പുസ്തകം പിന്നീട് വലിയ പുസ്തകമാക്കി കുറെ കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ പുസ്തകമാക്കിയിട്ട് പിന്നിറക്കി. അതാണിത്. തമ്മിലുള്ള വലിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇതിൽ കുറെ കൂടുതൽ തെളിവും മുജാഹിദുകൾക്ക് ഒരുപാട് മറുപടിയും ഒക്കെ ഉൾക്കൊള്ളിച്ച് വലിയ ബുക്കാക്കിയിട്ട് ഇറക്കി. അപ്പൊ പിന്നെ ഈ മറഞ്ഞുകൊണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ള വിഷയം വേറെ തന്നെ ഒരു അധ്യായത്തിൽ കൊടുത്തു. പിന്നെ ഇവിടെ അത് പറയേണ്ടിയില്ലല്ലോ. എങ്ങനെ ഉറപ്പിടാണെങ്കിലും മറഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് അവിടെ ഒരു സ്ഥലത്ത് പറഞ്ഞു. കുറെ ഇപ്പുറത്തെത്തിയപ്പോ അത്യാവശ്യത്തിന് സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോൾ ഈ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാം എന്ന വിഷയവും പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം. ഇതെടുത്തിട്ട് ഇയാൾ പറയണത് ഇപ്പൊ പ്രച്ഛന്ന വേഷം എടുപ്പിച്ച് ഞങ്ങള് തിരുത്തിച്ച് ഞങ്ങൾ എന്നാണ് ഇയാള് പറയുന്നത്. വാസ്തവത്തിൽ തിരുത്തിയിട്ടില്ല. പുതിയ പുസ്തകത്തിൽ ആ വിഷയം വേർത്തിന്റെ അധ്യായം കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേൾക്കുന്ന മുജാഹിദീങ്ങൾ എന്ത് ചെയ്തു? മുജാഹിദീങ്ങൾ ഇങ്ങനെ ചിരിച്ചു. കാന്തപുരത്തിനെ കൊണ്ടൊക്കെ നമ്മളെ മൗലവിമാരിങ്ങനെ തിരുത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കി മൗലവിമാർ ചിരിച്ചു. പാവം ഈ മുജാഹിദീകൾ, പാവത്തല അവർക്ക് സൽബുദ്ധി കൊടുക്കട്ടെ, അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുക്കട്ടെ. അവരെ വഞ്ചിക്കുകയാണ് മൗലവിമാര്. ഇനി ഞാൻ ആ വിഷയം സലഫിന്റെ പ്രസംഗം നിങ്ങൾക്ക് കേസറ്റിൽ കേൾപ്പിക്കുന്നു, അത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ എന്നിട്ട് പുസ്തകത്തിലെ പണ്ട് സ്ത്രീ ജുമാ ജമാഅത്തിനെ കുറിച്ച് നിങ്ങൾ എന്തായി ചെയ്ത്? നിങ്ങൾ ആദ്യം പറഞ്ഞ് ജുമാ ജമാഅത്തിലെ കാന്തപുരം പണ്ട് പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് ചില അത്യാവശ്യ സാഹചര്യങ്ങളിൽ ശരിക്കുള്ള വേഷത്തിൽ പള്ളിയിൽ പോകാൻ പറ്റില്ല, പ്രച്ഛന്ന വേഷത്തിൽ പോകാൻ. പ്രച്ഛന്ന വേഷത്തിൽ പള്ളിയിൽ പോകാൻ ആദ്യം കാന്തപുരം ഈ പുസ്തകത്തിലെ അവര് നോക്കൂ നിങ്ങൾ, സ്ത്രീകളും ജുമാ ജമാഅത്തും കാന്തപുരം. അതിൽ കാണാം, ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിനല്ലാതെ പള്ളിയിൽ പോകേണ്ടി വരുന്ന അത്യാവശ്യം നേരിടുമ്പോൾ മാത്രം പ്രച്ഛന്ന വേഷത്തിൽ പോകുന്നതിന് വിരോധമില്ല. അപ്പൊ ശരിക്കും പോയിക്കൂടാ. അപ്പൊ പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ എന്താ?
സക്കരിയ സ്വലാഹി അത് പറയാൻ നല്ലത്. മൂപ്പര് പറയുന്നുണ്ട് പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാല് നല്ല ചെറുപ്പക്കാരത്തിയുള്ളൊരു കഞ്ഞിപ്രാക്കും വെള്ളക്കാച്ചും മാമാരെ കുപ്പായ കെട്ടിട്ട് കുട്ടിയാലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തള്ളായിട്ട് ഇങ്ങനെ പ്രച്ഛന്ന വേഷത്തിൽ ഇങ്ങനെ വടിയും കുത്തിയാലും നാലാവരും പള്ളിക്ക് പോകാം, അല്ലെങ്കിൽ പോയി കൂടാനാണ് ആദ്യം കാന്തപുരം പറഞ്ഞത്. സക്കരിയ സ്വലാഹി അത് സ്റ്റേജ് മുഴുവൻ വരെ പ്രച്ഛന്ന വേഷം കളിയാക്കിയപ്പോ പിൻവലിച്ചില്ലേ നിങ്ങളെ പുസ്തകത്തിൽ ആ പ്രച്ഛന്ന വേഷം പിൻവലിച്ചില്ലേ? പുതിയ പുസ്തകം നോക്കൂ, ശ്രീ ജുമാ ജമാഅത്ത് കാന്തപുരം, പുതിയ ചട്ട പുതിയ മുഖം. അതിൽ നമുക്ക് കാണാം മൂപ്പര് ഈ കാര്യം എന്താ പറയുന്നത്. ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിനല്ലാതെ പള്ളിയിൽ പോകേണ്ടി വരുന്ന അനിവാര്യ ഘട്ടങ്ങളിൽ പോകുന്നതിന് വിരോധമല്ല. പ്രച്ഛന്ന വേഷം പോയി കട്ടിലേ നിങ്ങളെ കൊണ്ട് പലതും പഠിപ്പിച്ചു തരും. കാന്തപുരത്തിനപ്പ സക്കരിയ സ്വലാഹി പഠിപ്പിച്ചത് അങ്ങനെ പലരും പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ. പ്രച്ഛന്ന വേഷമാണ് പോയാൽ പിന്നെന്താ, പിന്നെ ശരിക്കുള്ള വേഷമാകുമ്പോ പിന്നെ എന്തും കാണിക്കാലോ. ഇപ്പൊ കേട്ടില്ല നിങ്ങൾ എന്റെ കോലം. ഇനിയൊന്ന് വെക്കുമോനെ, ഓരോ പുസ്തകവും വെക്ക്, ആ ശബ്ദധാരാവലിയിൽ